ഒരു ആയത്തിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ആയത്ത് ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് സുജൂദിൽ കിടന്ന് 40 തവണ ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ അവൻ്റെ ഏതു കാര്യവും പൂർത്തീകരിച്ച് കിട്ടുമെന്നോ സ്വാലിഹീങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കാണുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അയാൾ വിഷമം പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എനിക്കൊരു കാര്യം നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ് ഈ ഒരു ആയത്ത് ചൊല്ലാൻ വേണ്ടിയിട്ട്. അത്രമേൽ സവിശേഷമേറിയതാണ് ഈ ആയത്ത്. നമുക്കൊക്കെ അറിയാവുന്ന ആയത്താണ്. ഏതെങ്കിലും ഒരു വിഷമഘട്ടത്തിലും പ്രയാസത്തിലും ബുദ്ധിമുട്ടുകളിലൊക്കെ നമ്മൾ അകപ്പെട്ടു എന്ന് സങ്കല്പിക്കുക. എന്നാൽ ഈ ആയത്ത് ആത്മാർത്ഥമായിട്ട് ഇതൊരു ദിക്ർ കൂടെയാണ്. ഇത് നമ്മൾ പ്രത്യേകം ചൊല്ലിയിട്ട് ആ വിഷയത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അത് തീർച്ചയായും ആ പ്രതിസന്ധിയിൽ നിന്ന് അവൻക്ക് മോക്ഷം ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഒരു ഇമാം പറയുന്നുണ്ട്, ഒരു വലിയ രാജാവിൻ്റെ ഖജനാവ് അതിങ്ങനെ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പുരാവസ്തു അതിൽ നിന്ന് കിട്ടിയെന്നാണ്. ആ പുരാവസ്തു അതിൽ നിന്ന് കിട്ടിയിട്ട് അതിങ്ങനെ പരിശോധിക്കുമ്പോൾ അതിലുണ്ട് ഒരു ലെറ്റർ. ആ ലെറ്ററിൽ ബിസ്മിയൊക്കെ എഴുതി വച്ചിരിക്കുകയാണ്. ഈ ദുആ കൊണ്ട് ദുആ ചെയ്താൽ അനുഭവിക്കുന്ന വിഷമങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷ ലഭിക്കും. എന്നിട്ട് ആ ഒരു പുരാവസ്തുവിലുണ്ടായിരുന്ന ആ ലെറ്ററിൽ കൊടുത്തിരുന്ന ആ ഒരു ആയത്തും ദിക്റൊക്കെ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ആയത്തും ദിക്റൊക്കെയാണ്. ചിലർ പറയുന്നുണ്ട്, വളരെ പ്രസിദ്ധരായ ചില ഇമാമിങ്ങളാണ് അവർ, ദിവസവും 1000 തവണ ഇത് ചൊല്ലുന്നയാളിൻ്റെ ആഗ്രഹങ്ങൾ അതിവൈകാതെ തന്നെ പൂർത്തീകരിച്ച് കിട്ടുമെന്നുള്ളത്. സമയമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരട്ടെ. കഴിഞ്ഞ ദിവസം ഇവിടെ നേരിട്ട് വന്ന ഒരു ടീം നമുക്ക് അവരുടെ വിഷയം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഒരു 3-4 മാസം മുമ്പ് ഇവിടെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. അവരുടെ ഒരു പ്രധാനപ്പെട്ടൊരു വിഷയം അവർക്ക് കിട്ടേണ്ടതുണ്ട്, ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചതാണ്. ഇതിനില്ലാഹി തആല നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളെല്ലായ്പ്പോഴും പറയാറുണ്ട്, ഇവിടെ തേങ്ങ ഉടക്കലോ മുട്ട എഴുതി കൊടുക്കലോ അങ്ങനത്തെ സംഭവമൊന്നുമില്ല, അതിന് സമയം ഉണ്ടാവില്ല. ഇവിടെ 5 മിനിറ്റ് ഒരാൾക്ക് സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ആയത്തുകൾ, ഇവിടെ നമ്മൾ മുത്തുനബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഏതെങ്കിലും ദിക്റുകൾ, ദുആകൾ, അസ്മാഉൽ ഹുസ്നയിലെ ഇസ്മുകൾ, ജൽജലൂത്തുമായി ബന്ധപ്പെട്ട ബെയ്ത്തുകൾ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുള്ളൂ. പക്ഷെ അതൊക്കെ നിങ്ങളെ മഹത്വം കൊണ്ടാണ്. നിങ്ങളത് ചൊല്ലുന്നു, ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നു, നമ്മളിവിടുന്ന് പറയുമ്പോൾ വിശ്വാസം ഉണ്ടാവുന്നു. അപ്പോൾ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യം നടന്നു കിട്ടിയ സന്തോഷ വാർത്ത കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴും നമ്മൾ അവരോട് പറഞ്ഞത്, അത് വേറൊന്നുമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, ഈ ദിക്ർ അത്രമേൽ പവിത്രയേറിയത് കൊണ്ടാണ്. അത് ഈ ദിക്റല്ല, ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് നമ്മൾ മറ്റൊരു സന്ദർഭത്തിൽ പറയാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ സവിശേഷമേറിയ ആ ആയത്തിനെ കുറിച്ചാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നേരിട്ട് വരാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും വിളിക്കാതെ ബുക്ക് ചെയ്യാതൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി നോക്കിയാൽ അതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. അള്ളാഹു നമുക്ക് എല്ലാ ഹൈറായ വിഷയങ്ങളിലേക്കും വലിയ എളുപ്പം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ചർച്ച ചെയ്യുന്ന നമുക്കൊക്കെ സുപരിചിതമായ ആയത്ത്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. വളരെ സവിശേഷമേറിയ ആയത്താണ്. ഈ ആയത്ത് ഏത് സൂറത്തിലാണെന്ന് അറിയുന്നവരൊന്ന് എഴുതി അറിയിക്കും, പതിവാക്കുന്നവർ എഴുതി അറിയിക്കും. ഇത് ഒരു ദിവസം എത്ര എണ്ണം നിങ്ങൾ ചൊല്ലാറുണ്ട്? ഇതിൻ്റെ മഹത്വങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കൂ. ഇതിൻ്റെ മഹത്വം, പ്രതിഫലം, ഫലം എന്നാൽ അത് അപാരമാണ്. തിന്മകളെ തടുക്കാനും നന്മകളെ കൈവരിക്കാനും ഈ സൂറത്ത് ഈ ആയത്ത് ഇത്രമേൽ ഫലപ്രദമാണെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. ഒരുപാട് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഇതുണ്ട്. തുർമുദിയും ഹാക്കിമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മത്സ്യവയറ്റിലകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളതാണ്. ഈ ഒരു ദുആ ഏതൊരു മുസ്ലിമും ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകാതിരിക്കില്ല. അതുകൊണ്ട് ഇതിന് ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ദുആ കൂടെയാണ്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ആത്മാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തുക. അതേപോലെ തന്നെ ഇബ്നു സുന്നിയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എനിക്കൊരു വാക്യം അറിയാം,
അത് ഏതു ദുരിതം അനുഭവിക്കുന്നവൻ ചൊല്ലിയാലും ഉടനെ അവന് മോചനം ലഭിക്കും. എൻ്റെ സഹോദരൻ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണത്. മത്സ്യവയറ്റിൽ ഇരുട്ടിൽ കിടന്നുകൊണ്ട് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് ചൊല്ലിയപ്പോൾ അള്ളാഹു രക്ഷ നൽകി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദുആ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയാൽ നമുക്കും തന്നെ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായൊരു ദുആ ആണ്. അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇതിൽ പലരും ചൊല്ലുന്നവരുണ്ട്. നമ്മുടെ ജീവിതത്തിലൊന്നും ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ എത്രയോ കാര്യങ്ങളുണ്ടാകും. അതൊക്കെ നടന്നു കിട്ടാൻ ഇത് കാരണമാകുന്നതാണ്. നോക്കൂ, നിങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവ്യനാമം ഉച്ചരിക്കുന്നത് ഞാൻ കേട്ടു. അത് മുഖേന എന്തു ചോദിച്ചാലും അള്ളാഹു സ്വീകരിക്കും, എന്തിനപേക്ഷിച്ചാലും അള്ളാഹു അത് നൽകും. യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ആണത്. ഞാൻ മുത്തുനബി തങ്ങളോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, ഇത് യൂനുസ് നബിയുടെ മാത്രം ദുആ ആണോ അതോ മുസ്ലിം സമൂഹത്തിൻ്റെ എല്ലാം ദുആ ആണോ? മുത്തുനബി തങ്ങൾ പറയുന്നുണ്ട്, അത് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പ്രത്യേകമായും മുസ്ലിം സമൂഹത്തിന് പൊതുവായുമായിട്ടുള്ള ദുആ ആണ്. ഖുർആൻ പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ഇരുട്ടിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ ആ ദുഃഖത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചല്ലോ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നാം രക്ഷപ്പെടുത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് ചൊല്ലി ഇവർക്ക് രക്ഷ നൽകുമെന്നുള്ളതിൻ്റെ പ്രതീക്ഷയാണ് അതൊക്കെ. നിങ്ങൾ നോക്കൂ, ദുആക്ക് ഉത്തരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ മുഅ്മിനായിരിക്കണം കേട്ടോ, മുഅ്മിനായിരിക്കണം. മുഅ്മിനാവലോട് കൂടെയാണ് ഈ ദുആ പതിവാക്കേണ്ടത്. അള്ളാഹു നമുക്ക് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഏതൊരു മുഅ്മിനും, ഏതൊരു വിശ്വാസിയും ഇത് 40 തവണ ദുആ ചെയ്താൽ അയാൾക്ക് ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അയാളുടെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പാപങ്ങളിൽ നിന്ന് മുക്തമാവുകയും ചെയ്യും. വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് പ്രതിസന്ധിയിലകപ്പെട്ടവരുണ്ട്, ബുദ്ധിമുട്ടിലായവരുണ്ട്, വിഷമത്തിലകപ്പെട്ടവരുണ്ട്. അവർക്കൊക്കെ ഈ ഒരു ദുആ വളരെ ആത്മാർത്ഥമായിട്ട് പതിവാക്കാവുന്നതാണ്. ഒരിക്കലും മാറില്ലെന്ന് കരുതിയ രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ ഓപ്പറേഷൻ പറഞ്ഞതുണ്ടാകും. 4 മാസം മെഡിസിൻ കഴിക്കുക, എന്നിട്ട് മാറ്റമുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെ വലിയ വലിയ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ആ രോഗം മാറണം എന്ന നിയ്യത്തോടുകൂടെ ഒരു തവണയെങ്കിലും ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ. പതിവാക്കുകയാണെങ്കിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ള ഉറപ്പാണ്. ഒരാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുകയാണ്. അപ്പോൾ മുത്തുനബി തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, എനിക്കൊരു കാര്യം സാധിച്ചു കിട്ടാനുണ്ട്, അതിന് ഞാൻ അള്ളാഹുവിനോട് ഏത് രൂപത്തിലാണ് ദുആ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ആർക്കെങ്കിലും വല്ല കാര്യവും അള്ളാഹുവിൽ നിന്ന് സാധിച്ചു കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ സുജൂദിൽ കിടന്ന് 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്നുള്ളത് ചൊല്ലിക്കൊള്ളട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് നമ്മളത് ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരാൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വിഷമത്തിലകപ്പെട്ടു, ഒരു പ്രതിസന്ധിയിലകപ്പെട്ടു, പെട്ടെന്ന് ജപ്തിയുടെ നോട്ടീസ് വന്നു, അത് ഇത്ര ദിവസത്തിനുള്ളിൽ അത് അടച്ചു തീർക്കണമെന്ന് പറഞ്ഞു. അതൊക്കെ ഒരു പ്രതിസന്ധിയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു പ്രതിസന്ധിയിൽ പെട്ടെന്ന് അകപ്പെടുമ്പോൾ നമുക്കൊന്ന് എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകില്ല. എങ്ങനെയാണ് അതിൽ നിന്ന് നമ്മൾ മോചനം ലഭിക്കുക, ആരാണ് നമുക്ക് മുമ്പിൽ സഹായസ്ഥവുമായിട്ട് വരിക, ഇതൊന്നും നമുക്കറിയില്ല. അത്തരം ഒരു സന്ദർഭത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ സവിശേഷമേറിയ ഒരു ദുആ കൂടെയാണിത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പതിവാക്കിയാൽ നല്ല മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ വിഷമാവസ്ഥയിലകപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വുളൂ ചെയ്ത് 2 റക്അത്ത് നിസ്കരിക്കണം. നിസ്കാരം കഴിഞ്ഞാൽ ഒരു സുജൂദ് കൂടി ചെയ്യണം. ആ സുജൂദിൽ 40 തവണ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയിട്ട് സുജൂദിന് ശേഷം ആവശ്യമുള്ളതെല്ലാം നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കുക. ഉത്തരം കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. ഏത് ഉദ്ദേശവും സാധിച്ചു കിട്ടാൻ ഇത് കാരണമാകും. ഏതു സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. പക്ഷേ തഹജ്ജുദിൻ്റെ സമയം, പാതിരാത്രി സമയം, ജൗഫുൽ ലൈലി, ഇതൊക്കെ കൂടുതൽ ഫലം ലഭിക്കുന്ന സമയങ്ങളിൽ പെട്ടതാണ്. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഒരു രാജാവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു പുരാവസ്തു കിട്ടി. അതിൽ മുദ്ര വെച്ച, സീല് വെച്ച ഒരു കടലാസ് ഉണ്ടായിരുന്നു. ആ സീല് പൊട്ടിച്ച് അതിങ്ങനെ നിവർത്തി നോക്കുമ്പോൾ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട്, അഥവാ സകല ദുഃഖങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിവാരണമാകുന്നു എന്ന് പറഞ്ഞിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രി എഴുന്നേറ്റ് 2 റക്അത്ത്